ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തപാൽ വകുപ്പിന് കീഴിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ മർമ്മ അറ്റൻഡർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് നിയമനം നടത്തുന്നുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ആയുർവേദ മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ്, കോപ്പി, ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഡിസംബർ 22 രാവിലെ 11 മണിക്ക് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ഗ്രാമീണ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് സ്വരൂപണത്തിനായി പാലക്കാട് തപാൽ ഡിവിഷന് കീഴിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയമിക്കുന്നുണ്ട്. പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിര താമസക്കാരായ 10ാം ക്ലാസ് വിജയിച്ചവർക്കാണ് അവസരം. പ്രായപരിധിയില്ല. തൊഴിൽ രഹിതർ, സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ, മുൻ ഇൻഷുറൻസ് ഏജന്റുമാർ, RD ഏജന്റ്, വിമുക്ത ഭടന്മാർ, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. വിരമിച്ച സർക്കാർ ജീവനക്കാരെ ഫീൽഡ് ഓഫീസറായും നിയമിക്കും. താല്പര്യമുള്ളവർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകളും പകർപ്പും സഹിതം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുകളിലുള്ള സീനിയർ സൂപ്രണ്ട് ഓഫീസിൽ 18 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ടുപറമ്പ് KPA 4ാം ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ കുക്ക് 28, ധോബി 15, സ്വീപ്പർ 9, ബാർബർ 7, വാട്ടർ ക്യാരർ 6 വിഭാഗങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട്. ജോലിയിൽ മുൻപരിചയമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഡിസംബർ 20 രാവിലെ 11 മണിക്ക് മാങ്ങാട്ടുപറമ്പിലുള്ള KAP 4ാം ബറ്റാലിയൻ ആസ്ഥാനത്ത് അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ PMKVY സ്കീമിന് കീഴിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിൽ BSc യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ KAP 6ാം ബറ്റാലിയനിൽ കുക്ക് തസ്തികയിൽ 2 ക്യാമ്പ് ഫോളോവർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഡിസംബർ 18 രാവിലെ 11 മണിക്ക് ബറ്റാലിയൻ ഓഫീസിൽ കൂടിക്കാഴ്ചയും പ്രായോഗിക പരീക്ഷയും നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.